ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, സഹോദരന്മാരെ, നേതാക്കളെ സുഹൃത്തുക്കളെ, ലോകം മുഴുവൻ കത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം അമേരിക്കൻ സാമ്രാജ്യത്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. ലോകത്ത് ഞങ്ങൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും അവശേഷിക്കുന്നില്ല എന്ന നാട്ടിൽ നിറഞ്ഞ സാമ്രാജ്യത്വ തീരുമാനം ട്രംപ് മുഖേന ലോകത്തെമ്പാടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം പ്ലാൻ ചെയ്ത് നടത്തി വരുന്നത്. ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പാലസ്തീനെതിരായിട്ടുള്ള കടന്നാക്രമണം ആരംഭിച്ചത്. ഒരു ജനതയെയും ഒരു ഭൂപ്രദേശത്തെയും ആകെ ഏതാണ്ട് നശിപ്പിക്കുകയും കയ്യിൽ ഒതുക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഗാസയിൽ. ഗാസ പ്രദേശം ഇതിന്റെ ഭൂമിശാസ്ത്രം അറിയുന്നവർക്ക് മനസ്സിലാകുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു തീരപ്രദേശമായി. ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ ഇസ്രയേൽ കൈവശപ്പെടുത്തി ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിലുള്ള വളരെ ചെറിയ ഒരു ദൂരം മാത്രമേ ഗാസയായിട്ട് അവശേഷിക്കുന്നു. ബാക്കിയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇനി അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന്റെ എല്ലാം പേര് പറഞ്ഞ് ഒരു ജനതയെ പൂർണ്ണമായിട്ടും ആ മേഖലയിൽ ഒഴിവാക്കി ആ ഭൂമി മുഴുവൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി ഇസ്രയേൽ സംഘടിപ്പിക്കുകയാണ്. ഇതേ ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇറാനെതിരായിട്ടുള്ള കടന്നാക്രമണവും ആരംഭിച്ചത്. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നങ്കൂരമിട്ട് കടക്കുകയായിരുന്ന യുദ്ധക്കപ്പലുകളെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഇറാഖിന്റെ ചുറ്റുവട്ടങ്ങളിൽ വിന്യസിപ്പിച്ച് ഒരു നീണ്ട യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പശ്ചിമേഷ്യയെ പ്രത്യേകിച്ച് ഇറാനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏകപക്ഷീയമായി ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചു. ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇറാൻ നടത്തിയ ശ്രമത്തെ ഇസ്രയേലല്ല പ്രതിരോധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ യഥാർത്ഥത്തിൽ യുദ്ധമുറിയുടെ അടയാളമായിട്ട് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് തമ്പടിച്ച യുദ്ധക്കപ്പൽ, അമേരിക്കൻ യുദ്ധക്കപ്പൽ, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണം ആരംഭിച്ചു. ഈ കടന്നാക്രമണത്തിലാണ് യഥാർത്ഥത്തിൽ നിരപരാധികളായ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ മരിച്ചു. അതിന്റെയൊക്കെ ഏറ്റവും അവസാനം വന്ന വാർത്ത ആ രാഷ്ട്രത്തലവനെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പൂർണ്ണമായിട്ട് ബോംബിട്ട് നശിപ്പിച്ച് കൊന്നിരിക്കുകയാണ്. ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ ആ കൊട്ടാരം പൂർണ്ണമായിട്ട് തകർന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ, ഏത് രാഷ്ട്രത്തലവനെയും പിടിച്ചുകൊണ്ടുപോകാൻ, കൊല്ലാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കാടത്തപരമായ നിലപാടാണ് ഈ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭം ലോകവ്യാപകമായിട്ട് വളർന്നു വരുന്നില്ല എങ്കിൽ അമേരിക്ക പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ മെക്സിക്കോവിനെ പിടിക്കും, ഞങ്ങൾ ക്യൂബയെ കീഴടക്കും,
ഗ്രീൻലാൻഡ് ഞങ്ങളുടെ തന്നെ ഭാഗമാക്കി മാറ്റും. കാനഡ ഞങ്ങളുടെ അടുത്ത സ്റ്റേറ്റാക്കി രൂപപ്പെടുത്തും. ഓരോ രാജ്യത്തെപ്പറ്റി പറയുകയാണ്. ലോകത്തെമ്പാടുമുള്ള ഏത് രാജ്യത്തിന്റെയും മേലെ കൈവെക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. പരസ്യമായിട്ട് പറയാൻ മാത്രമല്ല, വെനീസിലെയും പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി. ലോകത്ത് ഇന്നേ വരെ കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യമാണ്. നയതന്ത്രപരമായിട്ടുള്ള ഒന്നിലും ഇന്നേ വരെ ഒരു രാജ്യത്തിന്റെ അകത്ത് കടന്ന് ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ ഒപ്പം തന്നെ ജീവിക്കുന്ന ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകുക ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇതേ വരെയില്ല. ഉള്ളത് പുരാണത്തിലാണ്. ചീനയെ തട്ടിക്കൊണ്ടുപോയത്. കാലത്തപരമായ നിലപാടാണ് ഈ ട്രംപ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യം, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം, ചേരിചേരായ്മയുടെ ലോകമറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യനായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും എല്ലാം കാലം. ലോകരാജ്യങ്ങളുടെ അഭയ കേന്ദ്രം പോലെയാണ് ഇന്ത്യ നിലകൊണ്ടത്. അന്ന് സോവിയറ്റ് റഷ്യയുടെ പരിപൂർണമായ പിന്തുണയോടെ ചേരിചേരാ പ്രസ്ഥാനം, സാമ്രാജ്യത്വ പ്രസ്ഥാനം എന്ന രീതിയിൽ അംഗീകാരം നേടുകയും അതിന്റെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള നേതൃത്വമായി ഇന്ത്യക്ക് ചേരിചേരായ്മയുടെ പ്രധാനപ്പെട്ട ചാമ്പ്യനായിട്ട് നിൽക്കാൻ സാധിക്കുകയും ചെയ്തു. സോവിയറ്റ് റഷ്യ ഇല്ലാതായതോടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഒരു ബദൽ ലോകത്തിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായ രീതിയിലുള്ള കടന്നാക്രമം ലോകരാജ്യത്തിനെതിരായിട്ട് ജനങ്ങൾക്കെതിരായിട്ട് സംഘടിപ്പിക്കുന്നത്. ഇറാഖിന് നേരെ ഇതിനു മുമ്പ് നമുക്കറിയുന്നത് പോലെയുള്ള കടന്നാക്രമം നടത്തി അവർക്ക് ഇഷ്ടപ്പെടാത്ത ഭരണാധികാരിയെ ഏത് രീതിയിലും കൊല്ലും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സദ്ദാം ഹുസൈനെ പോലുള്ളവരെ കൊല്ലുന്ന സ്ഥിതിയുണ്ടായി. അഫ്ഗാനിസ്ഥാനെ നേരെ നടത്തിയിട്ടുള്ള കടന്നാക്രമണം നമുക്കറിയാം. ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയ ഗവൺമെന്റായിരുന്നു അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നത്. ആ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെ തകർക്കാൻ അവരുടെ ഭരണാധികാരിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തി. ഇതേ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അവിടെയും അതിശക്തിയായ പ്രതിവിപ്ലവ ശക്തികൾക്ക് പിന്തുണ നൽകി, ഭീകരവാദികൾക്ക് പിന്തുണ നൽകി, ഭീകരവാദികളെ അമേരിക്ക തന്നെ പ്രോത്സാഹിപ്പിച്ച് പരിശീലിപ്പിച്ച് അവിടെ കടന്നാക്രമണം നടത്തുന്ന രീതിയിലേക്ക് എത്തി. എന്തൊക്കെ രീതികളാണ് അവർ ഓരോ രാജ്യത്തും ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഗൾഫ് നാടുകളിൽ 10,000-കണക്കിന് മലയാളികളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്ത് ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണിത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പശ്ചിമേഷ്യ മുഴുവൻ കത്തുമ്പോഴും ആ അഗ്നിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഒരു സംശയവും വേണ്ട മലയാളികളായിരിക്കും. അതുകൊണ്ട് ഈ അഗ്നി അണക്കണം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. യുദ്ധവഴി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. യുദ്ധം കൊണ്ട് ഒരു കാര്യവും നേടാനാവില്ല എന്ന് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അമേരിക്കക്കും അനുഭവപാഠമുള്ളതാണ് വിയറ്റ്നാമിന്റെ കാര്യം. 25 വർഷക്കാലം അമേരിക്കൻ സാമ്രാജ്യത്തോട് നേരിട്ട് പൊരുതിയ ഒരു ജനത ഇന്നും ഈ ലോകത്ത് തല ഉയർത്തിപ്പിടിച്ച് സോഷ്യലിസ്റ്റ് രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ വിയറ്റ്നാമിലാണ്. വിയറ്റ്നാം ജനതയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയതാണ് ബ്രിട്ടീഷ് പട്ടാളം. അവസാനം ഗത്യന്തരമില്ലാതെ തിരിഞ്ഞോടിയ കാഴ്ച ഈ ലോകം കണ്ടതാണ്. യുദ്ധം കൊണ്ട് എല്ലാറ്റിനെയും കീഴടക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയും ലോകത്ത് ഒരു ശക്തിക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. കൊറിയക്കെതിരായിട്ട് വടക്കൻ കൊറിയക്കെതിരായിട്ട് വന്നപ്പോൾ വടക്കൻ കൊറിയ കുറച്ച് നിലപാട് സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കെതിരായിട്ട് മിസൈൽ വന്നാൽ അതിനു മുമ്പ് നിങ്ങൾ അമേരിക്കയെ ഞങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒറ്റ പദം കൊണ്ട് അന്ന് അവസാനിപ്പിച്ചു പോയതാണ് വടക്കൻ കൊറിയക്കെതിരായിട്ടുള്ള കടന്നാക്രമണം. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ട്രംപ് എന്ന് പറയുന്ന ഈ ഭീകരവാദി ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താവാണ്. ഞാനതുകൊണ്ട് നോബൽ സമ്മാനം എനിക്ക് തന്നെ വരണം എന്ന് പറയുകയും നോബൽ സമ്മാനം കിട്ടിയതിനു ശേഷം ആ നോബൽ സമ്മാനം കൊണ്ടുപോയിട്ട് ഈ ട്രംപിന് നൽകുകയും ചെയ്ത പരിഹാസ്യമായ ചിത്രം നമ്മൾ കണ്ടതാണ് ലോകത്തിന്റെ മുമ്പിൽ. എന്തു വിലക്ക് വാങ്ങാനാവും എന്നുള്ളതാണ്, എന്തു പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക താല്പര്യം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഈ നിലപാട് സ്വീകരിക്കുന്നത്. എണ്ണപ്പാടങ്ങളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. അത് വെനിസ്വേലയിലായാലും അതുപോലെ തന്നെ ഇറാനിലായാലും എവിടെയായാലും അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ശക്തിയായ രീതിയിലുള്ള ഒരു യുദ്ധ സന്നാഹത്തിലേക്ക് പോകുമ്പോൾ അമേരിക്കൻ പട താവളമിട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ഭാഗമായിട്ടുള്ള
ഏറ്റവും ശക്തമായ രീതിയിലുള്ള അതിക്രമത്തിന്റെ പ്രശ്നം കൂടി വരുമ്പോൾ അതിന്റെ ഇടയിൽ ചതഞ്ഞു പോകുന്നത് ആ രാജ്യങ്ങളിലെ ജനങ്ങളാണ്. ഇത് രണ്ടും അപകടകരമായ അവസ്ഥയാണ്. രണ്ടിനെയും ശക്തമായ രീതിയിൽ നമുക്ക് പരിഹരിക്കുക എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഈ പറയുന്നത്, ഒരു ഭാഗത്ത് അമേരിക്ക ഇറാന് നേരെ കടന്നാക്രമണം നടത്തും. അമേരിക്കൻ പട ഈ പശ്ചിമേഷ്യയുടെ വിവിധ മേഖലകളിൽ സജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന് ഏറ്റവും ശക്തിയായിട്ട് ഇടപെടാൻ പറ്റുന്നത് ആ മേഖലയിലേക്ക്. ആ മേഖലയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമ്പോൾ അവിടെ ഉത്കണ്ഠപ്പെടുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ജനങ്ങളാണ്. ഇതെല്ലാം വളരെ സങ്കീർണമായ പ്രശ്നം. ഈ സങ്കീർണമായ പ്രശ്നത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, യുദ്ധം അവസാനിപ്പിക്കണം. ഒരു തരത്തിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അമേരിക്കൻ സാമ്രാജ്യം മുങ്ങിയെടുത്തിട്ടാണ് തുടങ്ങിയത്. ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതിന്റെ തുടക്കമെങ്കിലും അതിന്റെ ഒപ്പം തന്നെ ചേർന്നിട്ടാണ് അമേരിക്കയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയെ കത്തിക്കാനുള്ള ഈ നീക്കത്തിനെതിരായി ലോകത്തെമ്പാടുമുള്ള ജനത മുമ്പോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി വർഗം അമേരിക്കക്കൊപ്പമാണ്, ഇസ്രായേലിനൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമുണ്ടാവേണ്ടതില്ല, ലോകത്തിനും തർക്കമില്ല. കാരണം 2 ദിവസം മുമ്പാണ് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചു വന്നു. 2 ദിവസം. അപ്പോഴാണ് അവിടെ ഈ യുദ്ധം ആരംഭിക്കുന്നത്, ഈ കടന്നാക്രമം ആരംഭിക്കുന്നത്. അതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് തന്നെ ബംഗൂരം വിട്ടു നിൽക്കുന്ന കപ്പലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമായ രീതിയിലുള്ള യുദ്ധശ്രമങ്ങൾ ആരംഭിച്ചു. അവരതിന്റെ ഭാഗമായിട്ട് ഇറാനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള ആ പ്രതിരോധത്തെ അവർ പ്രതിരോധിക്കുമ്പോൾ അതിനെ അതിശക്തിയായിട്ട് പ്രതിരോധിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ആയുധബലം കൊണ്ട് സ്വാഭാവികമായിട്ട് എന്തെല്ലാം പറഞ്ഞാലും വാചകം എന്തെല്ലാം പഠിച്ചാലും ഇറാന് അമേരിക്കയോട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെ വിവിധ താവളങ്ങളെ, ഗൾഫ് മേഖല ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ മേഖലയിലുള്ള താവളങ്ങൾ ആക്രമിക്കാനാണ്. അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാത് രാജ്യത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന് നരേന്ദ്രമോദിക്ക് യാതൊരു കുലുക്കുമില്ല. കാരണം അവർ അമേരിക്കക്ക് അനുകൂലമാണ്. അവർ നിരന്തരമായിട്ട് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇസ്രയേൽ പോയപ്പോൾ കിട്ടിയ വലിയ സ്വീകരണം നമ്മുടെ വാർത്താമാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയായിട്ട് അവതരിപ്പിച്ചു. മുമ്പ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ലോകത്ത് ഒരു രാജ്യത്ത് മാത്രമാണ് ഇന്ത്യൻ പൌരന്മാർക്ക് പോകാൻ അനുവാദമില്ലാതിരുന്ന ഒരേ ഒരു രാജ്യം, അത് ഇസ്രയേലായിരുന്നു. പാസ്പോർട്ട് അടിക്കുമ്പോൾ പാസ്പോർട്ടിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തും ഇസ്രയേലിൽ പോകാൻ പാടില്ല. അങ്ങനെ ഇസ്രയേലിലെ എല്ലാ തരത്തിലുള്ള നിലപാടുകളെയും അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയ ഒരു രാഷ്ട്രമാണ് ചേരിചേരായ്മയുടെ കേന്ദ്രമായിരുന്ന ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി സ്വീകരണം ഏറ്റുവാങ്ങി തിരിച്ചു വന്ന് ഡൽഹിയിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഈ ഇറാനെതിരായിട്ടുള്ള കടന്നാക്രമണം ആരംഭിച്ചു. അതിനൊപ്പം തന്നെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ ഒപ്പം നിൽക്കുന്നവരായിട്ട് മാറി ആ യുദ്ധത്തിന്റെ മുൻകൈ ഏറ്റെടുത്തത്. അമേരിക്കയുമായി ഇതേപോലെ തന്നെയാണ്. ഇരട്ട ചുങ്കൻ ചുമത്തിയാലും 100%, 125% ചുങ്കൻ ചുമത്തിയാലും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല, മൗനം കൊണ്ട് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ട്രംപ് തന്നെ പറഞ്ഞു, ഈ നരേന്ദ്രമോദി എന്നെ സർ എന്ന് വിളിച്ചു. പരിഹാസ്യമായ രീതിയാണ് ഈ ട്രംപിന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും എല്ലാം തമ്മിലുള്ള ബന്ധം. ഞാനതിന്റെ വിശദീകരണത്തിലേക്കല്ല കിടക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇന്ത്യക്ക് അപമാനം വരുത്തുന്ന, കേരളത്തിലെ 10,000-കണക്കിന് മനുഷ്യരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. സങ്കീർണമാണ് പ്രശ്നം. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് പോലെയല്ല, നമുക്കത് ബാധകമായിട്ടില്ല പൂർണ്ണമായിട്ട്. പക്ഷേ നമ്മുടെ ഈ കേരളത്തിലെ തന്നെയുള്ള വിമാന സർവീസ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. ഗൾഫിലേക്ക് പോകേണ്ടുന്ന സർവീസ് മുഴുവൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അത് നമ്മളെ ഇന്നല്ല നാളെയാണ് ബാധിക്കുക. ദിവസം കഴിയുന്നതും അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കണ്ഠയുണ്ടാക്കുന്ന, ഇതേവരെ നടന്ന ഏത് യുദ്ധമേഖലയിലും കേരളത്തിലെ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ടുന്ന ഒരു പുതിയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ
പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഇസ്രയേലിന്റെ നിലപാടിനെതിരായി, അതിന് കൂട്ടുനിൽക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ സമീപനത്തിനെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ലോകവ്യാപകമായിട്ട് ജനാധിപത്യ ശക്തികളും സമാധാന പ്രേമികളും മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഇന്നും നാളെയുമായി CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇതുപോലുള്ള യുദ്ധവിരുദ്ധ റാലികൾ, യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആരാണ് കുറ്റം എന്ന് മാത്രമല്ല, ആരാണ് ഒന്നാം പ്രതി, ആരാണ് രണ്ടാം പ്രതി എന്നുള്ളതല്ല, യുദ്ധമേ അവസാനിപ്പിക്കുക. അത് രാജ്യത്തിന്റെ സമാധാനത്തിന് ആവശ്യമാണ്, ലോകത്തിന്റെ സമാധാനത്തിന് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശക്തമത്തായ മുന്നേറ്റം സൃഷ്ടിക്കാൻ, ഒരു ജനകീയ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് CPIM ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് ആഹ്വാനം ചെയ്തത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.